ഇപ്പൊ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഒരു മാറ്റം വേണം, അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളം അത്ര പോരാ എന്നൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കുറെ കാലമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാവാം, പക്ഷെ കരിയറിൽ വലിയ ഗ്രോത്ത് ഒന്നും കാണില്ല. അല്ലെങ്കിൽ ഇതൊന്നും അറിയാത്ത പക്ഷെ നല്ല ശമ്പളമുള്ള ഒരു ജോലിയിലോട്ടേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ഒരാളാവാം നിങ്ങൾ. എങ്കില് നിങ്ങൾ ഏത് കൂട്ടത്തിലായിട്ടുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്കായിട്ട് ഒരു കിടലൻ ഓപ്ഷൻ ഉണ്ട്. അതാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഗൂഗിളിലോ ആമസോണിലോ ഒരു ഷൂവിനെ കുറിച്ചോ ഫോണിനെ കുറിച്ചോ വെറുതെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും എല്ലായിടത്തും അതിന്റെ പരസ്യം തന്നെയായിരിക്കും. ഇതെന്താ ഇങ്ങനെ, നമ്മൾ പിന്തുടരാണോ ഇവര് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലെ? അതിന് പിന്നിൽ വെറും ഒരു മാർക്കറ്റിംഗ് ടീമല്ല, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന ഇന്ന് കമ്പനികൾക്ക് ഏറ്റവും ആവശ്യമുള്ള കുറച്ച് പ്രൊഫഷണലുകളാണ്. അവരെയാണ് നമ്മൾ പെർഫോമൻസ് മാർക്കറ്റർമാർ എന്ന് വിളിക്കുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഡിമാൻഡ്, അതേപോലെ തന്നെ ശമ്പളവും? വെറുതെ ഒരു പരസ്യം കാണിക്കുന്നത് കൊണ്ടാണോ? അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. Why is performance marketing a high paying job? എന്തുകൊണ്ടാണ് ഒരു കമ്പനി പെർഫോമൻസ് മാർക്കറ്റർക്ക് ലക്ഷങ്ങൾ ശമ്പളം നൽകാൻ തയ്യാറാകുന്നത്? അതിന് പ്രധാനമായിട്ടും 4 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ റവന്യൂ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഒരു പെർഫോമൻസ് മാർക്കറ്റർ ഒരു കമ്പനിയുടെ ഡിജിറ്റൽ സെയിൽസ് ടീമിനെ പോലെയാണ്. ഒരു പരസ്യത്തിനായി മുടക്കുന്ന ഓരോ രൂപയ്ക്കും എത്ര രൂപയുടെ ബിസിനസ് തിരികെ ലഭിച്ചു എന്ന് കൃത്യമായി കണക്ക് കൂട്ടാൻ ഇവർക്ക് സാധിക്കും. ഒരു ഉദാഹരണം പറയാം. ഒരു കമ്പനി 1 ലക്ഷം രൂപ പരസ്യത്തിനായിട്ട് മുടക്കിയ ആ 1 ലക്ഷം രൂപ കൊണ്ട് അവർക്ക് 5 ലക്ഷം രൂപയുടെ സെയിൽസ് നേടിക്കൊടുക്കാനായിട്ട് ഒരു പെർഫോമൻസ് മാർക്കറ്റർക്ക് കഴിയും. അതായത് കമ്പനിക്ക് 4 ലക്ഷം രൂപ ലാഭം. ഇങ്ങനെ നേരിട്ട് ലാഭം ഉണ്ടാക്കി തരുന്ന ഒരാൾക്ക് ഉയർന്ന ശമ്പളം നൽകാൻ ഏത് കമ്പനിയാണ് മടിക്കുക? രണ്ടാമത്തത്, ഡേറ്റ ഡ്രിവൺ ആൻഡ് മെഷറബിൾ. പഴയ കാലത്ത് മാർക്കറ്റിംഗ് രീതികളൊന്നും ഓർത്തു നോക്കിയേ. ഒരു പത്രത്തിലെ പരസ്യം കൊടുത്താൽ എത്ര പേർ അത് കണ്ടു, എത്ര പേർക്ക് താല്പര്യമായി എന്നൊന്നും കൃത്യമായിട്ട് അറിയാൻ കഴിയില്ലായിരുന്നു അല്ലെ? എന്നാൽ പെർഫോമൻസ് മാർക്കറ്റിംഗിൽ അങ്ങനെയല്ല. ഇവിടെ എല്ലാം ഡേറ്റയാണ്. എത്ര പേർ പരസ്യം കണ്ടു, എത്ര പേര് ക്ലിക്ക് ചെയ്തു, ഏത് പ്രായത്തിലുള്ളവരാണ് കൂടുതൽ താല്പര്യം കാണിച്ചത്, ഏത് സ്ഥലത്ത് നിന്നാണ് കൂടുതൽ സെയിൽസ് നടന്നത്, ഇങ്ങനെ ഓരോ ചെറിയ കാര്യവും കൃത്യമായിട്ട് അളക്കാനായിട്ട് സാധിക്കും. ഈ ഡേറ്റ ഉപയോഗിച്ചിട്ട് പരസ്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും അതുവഴി ബിസിനസ് വളർത്താനും ഇവർക്ക് കഴിയും. ഊഹങ്ങൾക്കല്ല, കൃത്യമായ കണക്കുകൾക്കാണ് ഇവിടെ സ്ഥാനം. ആൻഡ് മൂന്നാമത്തത്, ഹൈ ഡിമാൻഡ് ബട്ട് ലോ സപ്ലൈ. ഇന്ന് ചെറിയൊരു ചായക്കട മുതൽ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വരെ ഓൺലൈനിൽ പരസ്യം ചെയ്യണം. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് മാർക്കറ്ററുടെ ആവശ്യവും ഓരോ ദിവസം കൂടിക്കൊണ്ടുവരികയാണ്. പക്ഷെ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ ഒരു പക്ഷെ പലർക്കും അറിയാമായിരിക്കും. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി ഒരു പ്രൊഫഷണൽ ആഡ് ക്യാമ്പയിൻ നടത്തി അത് ലാഭകരമാക്കാൻ കഴിവുള്ളവർ വളരെ കുറവാണ്. ഈ ഒരു സ്കിൽ ഗ്യാപ്പ് കാരണം ഈ ജോലിയിൽ എക്സ്പേർട്ട് ആയവർക്ക് കമ്പനീസ് ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്യും. നാലാമത്തത്, ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സ്കെയിലബിലിറ്റി. ഒരു പെർഫോമൻസ് മാർക്കറ്റർക്ക് ഒരു ഓഫീസിലോ ഒതുങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കേരളത്തിലിരുന്ന് അമേരിക്കയിലോ ദുബായിലോ ഉള്ള ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് ലോകത്ത് എവിടെയുമുള്ള ക്ലയൻസിനെ നേടാം. ഒരു ഫ്രീലാൻസർ ആയിട്ട് ഒരേ സമയം പല കമ്പനികൾക്ക് വേണ്ടി വർക്ക് ചെയ്താൽ നിങ്ങളുടെ വരുമാനം എത്രത്തോളം ഉയർത്താമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ടാണ് ഈ മേഖലയിൽ പ്രതിവർഷം 50 ലക്ഷത്തിന് മുകളിൽ വരെ സമ്പാദിക്കാൻ പലർക്കും സാധിക്കുന്നത്. അപ്പോ ഈ 4 കാരണങ്ങൾ കൊണ്ട് തന്നെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഇന്നൊരു സാധാരണ ജോലിയല്ല, മറിച്ച് ഒരു ഹൈ ഇൻകം കരിയർ ഓപ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് എനിക്ക് ഈ സ്കിൽസ് നേടാൻ കഴിയുക? വെറുതെ കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ടതുകൊണ്ട് മാത്രം ഒരു പ്രൊഫഷണൽ പെർഫോമൻസ് മാർക്കറ്റർ ആകാൻ കഴിയില്ല. നിങ്ങൾക്ക് വേണ്ടത് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. ഇൻഡസ്ട്രി എക്സ്പേർട്സിന്റെ കീഴിൽ ലൈവ് പ്രോജക്റ്റുകൾ ചെയ്ത് പഠിക്കണം. ഇവിടെയാണ് എൻട്രി നിങ്ങളെ സഹായിക്കുന്നത്. ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്ന പുതിയ അഡ്വാൻസ് പെർഫോമൻസ് മാർക്കറ്റിംഗ് കോഴ്സിലൂടെ നിങ്ങളെ ഒരു ജോലിക്ക് തയ്യാറായ പ്രൊഫഷണൽ ആക്കി മാറ്റുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ ഓപ്പർച്യൂണിറ്റി പ്രയോജനപ്പെടുത്താനും താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ ആൻഡ് രജിസ്റ്റർ ചെയ്തോളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ അവസരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ പുതിയ ട്രെൻഡുകളെ കുറിച്ച് അറിയാൻ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.